ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. കർക്കിടകമാസ ആശംസകൾ, ദക്ഷിണായന ആശംസകൾ, രാമായണ മാസ ആശംസകൾ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് കർക്കിടക മാസം 1-ാം തീയതിയായിട്ടുള്ള ഇന്ന് നമുക്ക് നമ്മുടെ ശങ്കര സ്തോത്ര വ്യാഖ്യാ തരംഗിണി എന്ന പരിപാടി 106-ാം ദിവസമാണെന്ന്. തുടർച്ചയായ 106-ാം ദിവസം, ധന്യധന്യങ്ങളായിട്ടുള്ള 106 ദിവസങ്ങൾ ആനന്ദമായിട്ട് കഴിഞ്ഞുകൂടി. അപ്പോൾ അത് ഇന്ന് ആരംഭിക്കാം. ഇന്ന് നമ്മൾ കർക്കിടക മാസം പ്രമാണിച്ച് നമ്മുടെ ശങ്കര സ്തോത്ര തരംഗിണി പരമ്പരയിൽ ദേവീ സ്തോത്രങ്ങളാണ് ഈ 31 ദിവസം എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിലാദ്യമായിട്ട് ദേവി അപരാധ ക്ഷമാപണ സ്തോത്രം. ഒരു ചെറിയ സ്തോത്രമാണ്. ദേവിയോടുള്ള അപരാധ ക്ഷമാപണ പ്രാർത്ഥനയായിട്ടുള്ള ഒരു സ്തോത്രമാണ്. 12 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. നമ്മൾ ശിവാപരാധ ക്ഷമാപണ സ്തോത്രം കണ്ടതാണ്. അത്ര വിപുലമല്ലെങ്കിലും ഒട്ടും ഗൗരവമേറിയതല്ല
ഗൗരവം കുറഞ്ഞതല്ല ഈ ദേവ്യപരാധ ക്ഷമാപണ സ്തോത്രവും. ദേവീ ഭക്തന്മാർക്ക് നിത്യവും ചൊല്ലാവുന്നതായിട്ടുള്ളൊരു മന്ത്രമാണ്. നിത്യവും അവരുടെ ദേവീ പൂജകൾ, ദേവീ പ്രാർത്ഥനകൾ, ജപങ്ങൾ, സ്തോത്രങ്ങൾ ഒക്കെ പാരായണം ചെയ്ത് കഴിയുമ്പോൾ അവസാനമായിട്ട് ചൊല്ലേണ്ടതാണ്, ചൊല്ലാവുന്നതാണ്. എത്രയോ മഹാത്മാക്കൾ കാലാകാലമായിട്ട് ആദിശങ്കര ഭഗവത്പാദർ ഈ സ്തോത്രം രചിച്ചതിന് ശേഷം അവരുടെ ദേവി ഉപാസനകളുടെ അവസാനമായിട്ട് സമർപ്പിക്കുമ്പോൾ ഈ ക്ഷമാപണം പറഞ്ഞുകൊണ്ടാണ് സമർപ്പിക്കുക. ദേവീ പൂജകന്മാരായിട്ടുള്ള ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്, ദേവി ഉപാസകന്മാരൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ആ സ്തോത്രം നമുക്കിന്ന് ആരംഭിക്കാം. ആദ്യം ഒന്ന് പാരായണം ചെയ്യാം, എന്നിട്ട് നമുക്ക് ഓരോരോ ശ്ലോകങ്ങളായിട്ട് കാണാം. ആദ്യം മൊത്തം 12 ശ്ലോകങ്ങളും ഒന്ന് പാരായണം ചെയ്യാം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ന മന്ത്രം നോ യന്ത്രം തദപി ച ന ജാനേ സ്തുതിമഹോ ന ജാഹ്വാനം ധ്യാനം തദപി ച ന ജാനേ സ്തുതികഥാഃ ന ജാനേ മുദ്രാസ്തേ തദപി ച ന ജാനേ വിലപനം പരം ജാനേ മാതഃ ത്വദനുസരണം ക്ലേശഹരണം വിധേരജ്ഞാനേന ദ്രവിണ വിരഹേണാലസതയാ വിധേയാശക്യത്വാത് തവ ചരണയോർ യാച്യുതിരഭൂത് തദേതച്ഛന്തവ്യം ജനനി സകലോദ്ധാരിണി ശിവേ കുപുത്രോ ജായേത ക്വചിദപി കുമാതാ ന ഭവതി പൃഥിവ്യാം പുത്രാസ്തേ ജനനി ബഹവഃ സന്തി സരളാഃ പരം തേഷാം മധ്യേ വിരളതരളോഹം തവ സുതഃ മദീയോയം ത്യാഗഃ സമുചിതമിദം നോ തവ ശിവേ കുപുത്രോ ജായേത ക്വചിദപി കുമാതാ ന ഭവതി ജഗന്മാതരമാതഃ തവ ചരണസേവാം ന രചിതാ നവാദത്തം ദേവി ദ്രവിണമപി ഭൂയസ്തവ മയാ തഥാപി ത്വം സ്നേഹം മയി നിരുപമം യത് പ്രകുരുഷേ കുപുത്രോ ജായേത ക്വചിദപി കുമാതാ ന ഭവതി പരിത്യക്ത്വാ ദേവാൻ വിവിധ വിധി സേവാകുലതയാ മയാ പഞ്ചാശീതേരധികമപനീതേ തു വയസി ഇദാനീം ചേന്മാദഃ തവ യദി കൃപാനാപി ഭവിതാ നിരാലംബോ ലംബോദര ജനനി കം യാമി ശരണം സ്വപാകോ ജൽപാകോ ഭവതി മധുപാകോപമഗിരാ നിരാദംഗോ രംഗോ വിഹരതി ചിരം കോടികനകൈഃ തവാവർണേ കർണേ വിശതി മനുവർണേ ഫലമിദം ജനഖോ ജാനീതേ ജനനി ജപനീയം ജപവിധൗ ചിതാഭസ്മാലേപോ ഗരളമശനം ദിക്പടധരോ ജടാധാരി കണ്ഠേ ഭുജഗപതിഹാരി പശുപതി കപാലീഭൂതേശോ
ഭജതി ജഗദീശൈക പദവീം ഭവാനി ത്വൽപാണിഗ്രഹണ പരിപാടി ഫലമിദം. ന മോക്ഷസ്യാകാംക്ഷ ഭവവിഭവ വാഞ്ചാപി ച ന മേ ന വിജ്ഞാനാപേക്ഷ ശശിമുഖി സുഖേച്ഛാപി ന പുനഃ അധസ്ത്വാം സംയാചേ ജനനി ജനനം യാതു മമ വൈ മൃഡാനി രുദ്രാണി ശിവ ശിവ ഭവാനീതി ജപദഃ. നാരാദിദാസി വിധിനാ വിവിധോപചാരൈഃ കിം രോക്ഷചിന്തനപരൈർന കൃതം വചോഭിഃ ശ്യാമേ ത്വമേവ യദി കിഞ്ചന മയ്യനാദേ ധന്യേ കൃപാം ഉചിതമംബ പരം തവൈവ. ആപത്സുമഗ്നസ്മരണം ത്വദീയം കരോമി ദുർഗേ കരുണാർണവേശി നൈദക്ഷണത്വം മമ ഭാവജേതാ ക്ഷുധാതൃഷാർത്ത ജനനീം സ്മരന്തി. ജഗദംബ വിചിത്രമത്ര കിം പരിപൂർണാ കരുണാസ്തി ചേന്മയി അപരാധ പരമ്പരാവൃതം നഹി മാതാ സമുപേക്ഷതേ സുതം. മത്സമഃ പാദഗീ നാസ്തി പാപഗ്നി തുൽസമാനഹി ഏവം ജ്ഞാത്വാ മഹാദേവി യഥാ യോഗ്യം തഥാ കുരു. മത്സമഃ പാദഗീ നാസ്തി പാപഗ്നി തുൽസമാനഹി ഏവം ജ്ഞാത്വാ മഹാദേവി യഥാ യോഗ്യം തഥാ കുരു. യഥാ യോഗ്യം തഥാ കുരു. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ദേവ്യപരാധക്ഷമാപണ സ്തോത്രം സമ്പൂർണം. ഹരി ഓം. എങ്ങനെ ഉണ്ടായിരുന്നു? ചൊല്ലാനും കേൾക്കാനും ഒക്കെ നല്ല ലയം, നല്ല ആസ്വാദനം, നല്ല രസം. അമ്മയോടുള്ള ദീനമായിട്ടുള്ള ഒരു ഭാവത്തിലുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ആ ഒരു ഭാവം നമ്മൾ ഉൾക്കൊണ്ട് വേണം അത് പ്രാർത്ഥിക്കാനായിക്കൊണ്ട്. നമ്മൾ അപരാധ ക്ഷമാപണമാണ് ചെയ്യുന്നത്, അല്ലേ? അപരാധം എന്ന് പറഞ്ഞാൽ അരുതാത്തത് ചെയ്തതിനെയാണ് അപരാധം എന്ന് പറയുക. അരുതാത്തത് ചെയ്യൽ മാത്രമല്ല, ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും അപരാധമാണ്. ഒമിഷൻസ് ആൻഡ് കമ്മീഷൻസ്. ഒമിഷൻസ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ധർമ്മങ്ങളെ, കർത്തവ്യങ്ങളെ ചെയ്യാതിരിക്കൽ. കമ്മീഷൻസ് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യുക. അരുതാത്തത്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള അധർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് കമ്മീഷൻസ് എന്ന് പറയുക. ഇത് രണ്ടും ഏതിൽപ്പെടും? അപരാധം എന്നുള്ള പട്ടികയിൽ പെടും. അപ്പോൾ ബാക്കി എന്ത് ചെയ്താലും ഇത് രണ്ടിൻ്റെ ഉള്ളിൽ പെടുത്താം നമുക്ക്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും അരുതാത്തത് ചെയ്യുന്നതും. നമ്മുടെ ശാസ്ത്രങ്ങൾ, വേദങ്ങൾ, സ്മൃതികൾ ഒക്കെ നമുക്ക് വിധിച്ചിരിക്കുന്നത് 4 തരം കർമ്മങ്ങളാണ്. ഒന്ന് നിത്യകർമ്മങ്ങൾ എന്ന്, മറ്റൊന്ന് നൈമിത്തിക കർമ്മങ്ങൾ, മറ്റൊന്ന് കാമ്യകർമ്മങ്ങൾ, മറ്റൊന്ന് പ്രായശ്ചിത്ത കർമ്മങ്ങൾ. ഇപ്പം നിത്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നിത്യവും ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യ കർമ്മങ്ങളാണ്, മസ്റ്റ് ഡു. അത് ഓരോരുത്തരുടെയും വർണ്ണ, ആശ്രമ, സ്ഥാനഭേദങ്ങൾക്കനുസരിച്ച് നിത്യകർമ്മങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടാവും. എല്ലാവർക്കും ഒരേ നിത്യകർമ്മമല്ല പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും പ്രാരബ്ധങ്ങൾക്കനുസരിച്ച്, അവരവരുടേതായിട്ടുള്ള ചുമതലകൾക്കനുസരിച്ച് വേണം ഓരോരുത്തരും അവരവരുടെ നിത്യകർമ്മങ്ങൾ ചെയ്യാനായിക്കൊണ്ട്. ഒരു ജോലിയുമില്ലാതെ
ഈശ്വര ഭജനം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്വാധ്യായ പ്രവചനാദികളിൽ അല്ലെങ്കിൽ ഈശ്വര പൂജാദികളിൽ മാത്രം മുഴുകിയിരിക്കുന്ന ആ കമ്മിറ്റഡ് ആയിട്ടുള്ള ജീവിതം നയിക്കുന്നവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അവർക്ക് നിത്യകർമ്മങ്ങൾ വളരെ വിപുലമായിട്ടാണ്, അത് സ്ട്രിക്റ്റ് ആണ് താനും. കാരണം അവർക്ക് വേറെ ഒരു പണിയില്ല, ഇത് തന്നെയാ പണി. അവർ 100% അനുഷ്ഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ വിധിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ നൈമിത്തിക കർമ്മങ്ങൾ, ഞാൻ മറ്റ് ക്ഷത്രിയ വൈശ്യ ശൂദ്ര പട്ടികയിൽ പെടുന്നതായിട്ടുള്ള ആളുകൾക്കൊക്കെ എക്സംഷൻസ് ഉണ്ട്. കാരണം അവർക്ക് മറ്റു പല ജോലികളും ഉണ്ട്. മാത്രമല്ല അവരുടെ പ്രകൃതി, അവരുടെ വാസനകൾ ഈ ബ്രാഹ്മണരെ പോലെ സത്വഗുണ പ്രധാനമല്ല. ഇത്രയും ഒരു കമ്മിറ്റ്മെന്റ് മറ്റുള്ളവർക്ക് ഉണ്ടാവുകയില്ല. ഇത്രയും ശ്രദ്ധ, അത്രയും സമയം സ്വയം അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനായിക്കൊണ്ട് സാധിക്കില്ല. മാത്രമല്ല അവരുടെ ഡ്യൂട്ടീസ് അവരെ അജിറ്റേറ്റഡ് ആക്കുകയും ചെയ്യും. രജോ ഗുണം ആണ് ക്ഷത്രിയരുടെയും വൈശ്യരുടെയും മുഖമുദ്ര. രജോ ഗുണം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ മനസ്സ് അതിലേക്ക് വേണ്ടി അവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, അജിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പല ഉത്തരവാദിത്തങ്ങളും അവർക്ക് ഉണ്ട്. അവരവരുടേതായിട്ടുള്ള സമയങ്ങളിൽ ചെന്ന് അവരുടേതായിട്ടുള്ള കർത്തവ്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരു എന്താ പറയുക, കച്ചവടക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് രാവിലെ നേരത്തെ എഴുന്നേറ്റ് നിത്യകർമ്മം ചെയ്യാതെ ഇരുന്നാൽ അയാളുടെ കട പൂട്ടിപ്പോകും, അല്ലെങ്കിൽ അയാളുടെ കൃഷി ഉണങ്ങിപ്പോകും, അല്ലേ? അപ്പോൾ ഒരു കൃഷിക്കാരന് നിത്യകർമ്മം എന്നുള്ളത് അയാളുടെ കൃഷി പണിസ്ഥലത്ത് രാവിലെ നേരത്തെ എത്തേണ്ടതാണെങ്കിൽ എത്തി അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള വെള്ളമുണ്ടോ നോക്കലും, അതുപോലെയുള്ളതായിട്ടുള്ള അതിന് വേണ്ടതായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യലും ഒക്കെ ഏത് സമയത്ത് ചെയ്യണോ അതൊക്കെ ചെയ്യണം. അതുപോലെ ക്ഷത്രിയന്മാർക്കാണെങ്കിലും ഏത് സമയത്താണ് ഒരു യുദ്ധമുണ്ടാവുക, അപ്പോൾ അതിന് തയ്യാറെടുത്തിരിക്കണം, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. അതുപോലെ ജാഗ്രതയോടുകൂടെ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കാവലുണ്ടാവണം. അതുപോലെ അവർക്ക് അവരുടേതായിട്ടുള്ള കായികക്ഷമതയ്ക്ക് വേണ്ടതായിട്ടുള്ള അഭ്യാസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്ഷത്രിയന്മാരെ സംബന്ധിച്ചുണ്ട്. അതുപോലെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു അധ്യാപകൻ, ഡോക്ടർ, കൃഷിക്കാരാവട്ടെ, അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക കരകൗശല വേലകൾ ചെയ്യുന്ന ഏതൊക്കെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളായിക്കോട്ടെ, ഓരോരുത്തരുടെയും പ്രാരബ്ധങ്ങൾക്കനുസരിച്ച് അവരവരുടേതായിട്ടുള്ള നിത്യകർമ്മങ്ങളെ ചുരുക്കാം. എക്സംഷൻസ് ഉണ്ട്. പക്ഷെ ബ്രാഹ്മണർ എന്ന് പറഞ്ഞ് ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ വൈദികമായിട്ടുള്ള ആ ജീവിത സമ്പ്രദായം പിന്തുടരുന്നവർക്ക് അതിൽ നിന്ന് ഒഴിവുകഴിവുകൾ പറയാൻ പാടുള്ളതല്ല. അവർ മസ്റ്റ് ഡു എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നിത്യകർമ്മം. അതുപോലെ നൈമിത്തിക കർമ്മം എന്ന് പറഞ്ഞാൽ ഓരോ നിമിത്തങ്ങൾ കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളാണ് നൈമിത്തിക കർമ്മങ്ങൾ. നിമിത്തം എന്ന് പറഞ്ഞാൽ ഒരു വിശേഷങ്ങൾ എന്നർത്ഥം. ഇപ്പൊ വീട്ടിലൊരു ജനനം ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പൊ ഒരു ജനനത്തോടനുബന്ധിച്ച് കുട്ടിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ജാതകർമ്മം മുതലായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട്. ഇനി കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മറ്റ് സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള നാമകരണം, ചൂടാകർമ്മം, അന്നപ്രാശനം മുതലായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള തലങ്ങളിലുള്ളതായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അതുപോലെ അമാവാസി മുതലായിട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അഷ്ടമി മുതലായിട്ടുള്ള സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. ഓരോ പ്രത്യേകമായിട്ടുള്ള തിഥികൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള നൈമിത്തിക കർമ്മങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ പൂർവികർ മരിച്ചുപോയവർക്ക് വേണ്ടതായിട്ടുള്ള ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ നൈമിത്തിക കർമ്മങ്ങളാണ്. ഒരു നിമിത്തം കൊണ്ട്, ഒരു കാരണം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പോൾ അത് ഒക്കേഷണലാണ്, അത് റെഗുലർ അല്ല. വല്ലപ്പോഴും ഉണ്ടാകുന്ന നിമിത്തം കൊണ്ടുണ്ടാകുന്ന കർമ്മങ്ങൾ അതും ചെയ്യേണ്ടതാണ്. അതും മുടക്കം വരരുത്. അത് കഴിഞ്ഞ് പിന്നെ കാമ്യകർമ്മങ്ങൾ എന്നൊരു കർമ്മങ്ങളുണ്ട്. അത് അവനവൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളാണ്. അത് ധാർമ്മികമായിട്ടുള്ള കാമങ്ങളെ പാടുള്ളൂ. ആ ധാർമ്മികമായിട്ടുള്ള കാമങ്ങൾക്കനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ, അത് ലൗകികവും വൈദികവുമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം. എന്ന് വെച്ചാൽ കാമം, ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരാരാധന ചെയ്യാം, യജ്ഞങ്ങളൊക്കെ ചെയ്യാം. സ്വർഗകാമോ യജേത എന്ന് വേദം പറയുന്നുണ്ട്. സ്വർഗം ആഗ്രഹിക്കുന്നവർ യാഗം ചെയ്യൂ. അപ്പോൾ അതിനുവേണ്ട യാഗം ചെയ്താൽ സ്വർഗത്തിലേക്ക് പോകാം. അതുപോലെ ഓരോ പ്രാപ്തിക്കും വേണ്ടി ഇപ്പോൾ പുത്രകാമേഷ്ടി മറ്റേ ദശരഥൻ ചെയ്യുന്നു. അതൊരു കാമ്യകർമ്മമാണ്. തനിക്ക് പുത്രന്മാരില്ല, പുത്രന്മാർ വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്തതായിട്ടുള്ള
ആ കർമ്മത്തിന് പേര് തന്നെ കാമേഷ്ടിയാണത്. കാമേഷ്ടി, കാമയജ്ഞം. പുത്രന്മാരുണ്ടാവാൻ വേണ്ടി ചെയ്ത കാമേഷ്ടി, പുത്രകാമേഷ്ടി. അപ്പം ഇങ്ങനെ അത് കാമ്യകർമ്മങ്ങൾ. അപ്പോൾ ഓരോരുത്തരുടെയും ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ കാമ്യകർമ്മങ്ങൾ. അതെല്ലാവരും ചെയ്യണം എന്നുള്ളതല്ല, അവനവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് എന്താ പറയുക, ജനറൽ അല്ല പറയാം. മറ്റേ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ ജനറലായിട്ട് എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്, അനുഷ്ഠിക്കാവുന്നതാണ്. അത് ഞാൻ മുൻ പറഞ്ഞ പോലെ വർണ്ണാശ്രമ ധർമ്മങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തം. ഇനി മറ്റൊന്നാണ് അരുത് എന്ന് നിഷേധിച്ചിട്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. പ്രതിഷിദ്ധ കർമ്മങ്ങൾ എന്ന് പറയും. നിഷിദ്ധ കർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രതിഷിദ്ധ കർമ്മങ്ങൾ നമ്മുടെ വേദശാസ്ത്രങ്ങളൊക്കെ ഡോൺ ഡു എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ന കുര്യാത് എന്ന്, ചെയ്യരുത് എന്ന്. ഹിംസാദികൾ, അസത്യം പറയൽ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ പാപം എന്ന് പറയുന്നതായിട്ടുള്ള പട്ടികയിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ സ്വാർത്ഥത കൊണ്ടൊക്കെ ചെയ്തു പോയാൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? അതിന് ചെയ്യുന്നതാണ് പ്രായശ്ചിത്തം എന്ന് പറയുന്നതായിട്ടുള്ള കർമ്മം. അപ്പോൾ തെറ്റുകൾ ചെയ്താൽ അതിന് പ്രായശ്ചിത്ത കർമ്മങ്ങളുണ്ട്. അത് പല തലങ്ങളിലുണ്ട്. ഒന്നാമത് പ്രായശ്ചിത്തം എന്നുള്ളത്, ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്നുള്ളത് ഈശ്വരന്റെ മുമ്പിൽ നമ്മൾ അപരാധ ക്ഷമാപണം ചെയ്യലാണ്. മേലിൽ ഞാൻ ഈ തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം, അതിനായിക്കൊണ്ട് അവനവന്റെ ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കണം അല്ലെങ്കിൽ ഭഗവതി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന തന്നെ ഒരു പ്രായശ്ചിത്തമാണ്. മറ്റു പ്രായശ്ചിത്ത കർമ്മങ്ങൾ വിപുലമായിട്ടുണ്ട്. യാഗങ്ങളും യജ്ഞങ്ങളും ഉണ്ട്, വ്രതങ്ങളുണ്ട്, തപസ്സുകളുണ്ട്. വളരെ ശരീരത്തെ ശോഷിപ്പിക്കുന്നതായിട്ടുള്ള പലതരം കർമ്മങ്ങളുണ്ട്. അങ്ങനെയുള്ള വിധി ഇതൊക്കെ വേദങ്ങളിലും സ്മൃതികളിലുമൊക്കെ വിധിച്ചിട്ടുണ്ട്. ഇത്ര ദിവസം ഇന്നത് മാത്രം ഭക്ഷിച്ചുകൊണ്ട് കഴിയുക, അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാതെ ഇത്ര ദിവസം കഴിയുക, ഇത്ര ദിവസം മൗനവ്രതം അനുഷ്ഠിക്കുക, ഇത്ര ദിവസം നിലത്ത് കിടക്കുക, ചാണകം മെഴുകിയ തറയിൽ കിടക്കുക, അല്ലെങ്കിൽ തീർത്ഥാടനം ചെയ്യുക, ദാനം ചെയ്യുക, ഗോദാനം ചെയ്യുക, സ്വർണദാനം ചെയ്യുക, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ നമ്മുടെ സ്മൃതികൾ വിസ്തരിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഇന്ന് ജ്യോതിഷികളുടെ അടുത്തൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കഷ്ടകാലം ഉണ്ടാകുമ്പോഴാണ് മിക്കവാറും എല്ലാവരും ജ്യോതിഷിമാരെ കാണാൻ പോവുക. അവർ നമ്മുടെ സമയം നോക്കി പറയും, ഇപ്പോൾ കഷ്ടകാലമാണ്, അത് പൂർവ്വ കർമ്മങ്ങളുടെ ഇന്ന ഫലമായിട്ടാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു പരിഹാരത്തിനായിട്ട് പ്രായശ്ചിത്തം ചെയ്യണം, ഇന്നതാണ് അതിന് പ്രായശ്ചിത്തം എന്ന് പറയും. അപ്പം നമ്മൾ ഇന്ന് വരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പ്രായശ്ചിത്തം ചെയ്യലില്ല. അപ്പം അത് ഓർമ്മിപ്പിക്കുന്ന ആളുകളാണ് ദൈവജ്ഞന്മാരെന്ന് പറയപ്പെടുന്ന ഈ ജ്യോതിഷികൾ. നമ്മുടെ ദൈവത്തെ അറിയുന്നവരാണ്. ദൈവം എന്ന് പറഞ്ഞാൽ അദൃഷ്ടം, വിധി എന്നൊക്കെ അർത്ഥമാണ്. വിധിയെ അറിയുന്നവർ, അദൃഷ്ടത്തെ അറിയുന്നവർ, അവരാണ് ദൈവജ്ഞന്മാർ. അല്ല സാക്ഷാൽ ദൈവത്തെ സാക്ഷാത്കരിച്ചവർ എന്നല്ല, ഈശ്വര സാക്ഷാത്കാരം നേടിയവർ എന്നല്ല ദൈവജ്ഞന്മാർ എന്ന് പറയുന്നതിനർത്ഥം. ദൈവം എന്നുള്ള ശബ്ദത്തിന് വിധി, നമ്മുടെ ഡെസ്റ്റിനി, നമ്മുടെ ഫോർച്യൂൺസ്, അത് ദൈവമാണ്. അദൃഷ്ടം എന്ന് പറയുക അതിന്. സംസ്കൃതത്തിൽ അദൃഷ്ടം, ദൈവം എന്നൊക്കെ പറയുന്നു. അത് അറിയുന്നവർ ദൈവജ്ഞന്മാർ. നമുക്ക് കാണാൻ കഴിയാത്തത് അവർക്ക് അവരുടെ ശാസ്ത്രത്തിലൂടെ, ജ്യോതിഷം എന്ന കണ്ണിലൂടെ അവർക്ക് കാണാൻ കഴിയും. ജ്യോതിഷം എന്നുള്ളത് ഒരു കണ്ണാണ്. വേദങ്ങളുടെ കണ്ണായിട്ടാണ് ജ്യോതിഷത്തിന്റെ സ്ഥാനം. വേദം പഠിക്കുന്നവർ വേദാംഗമായിട്ട് ജ്യോതിഷവും പഠിക്കണം. ആ ജ്യോതിഷത്തെ കണ്ണായിട്ടാണ് വിധിച്ചിട്ടുള്ളത്. അപ്പൊ ജ്യോതിഷമാകുന്ന കണ്ണിലൂടെ നമുക്ക് സൂക്ഷ്മദൃഷ്ടികളും ദീർഘദൃഷ്ടികളുമായിട്ട് മാറാം. അങ്ങനെ ആ ദീർഘദൃഷ്ടിയോടുകൂടെ, സൂക്ഷ്മദൃഷ്ടിയോടുകൂടെ നമ്മുടെ പൂർവ്വകർമ്മങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അനാലിസിസ് ചെയ്ത് അതിന് വേണ്ടതായിട്ട് പ്രായശ്ചിത്തം ചെയ്യാൻ ഈ ജ്യോതിഷം എന്ന ശാസ്ത്രം നമ്മളെ സഹായിക്കും. ശരിക്കുള്ള നല്ലോണം വേണ്ട രീതിയിൽ സാധനാപൂർവം ശ്രദ്ധയോടുകൂടെ ആ ജ്യോതിഷത്തെ ഒരു ഉപാസനയായിട്ട് എടുത്തിട്ടുള്ള മഹാത്മാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവർ പറയുന്നത് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യാവുന്നതാണ്. ഇത് തന്നെ കച്ചവടമായിട്ട് നടത്തുന്ന ആളുകൾ, അതിപ്പോൾ എല്ലാ രംഗത്തും ഉണ്ട്. ജ്യോതിഷം മാത്രമല്ല, എല്ലാ രംഗത്തും കച്ചവടവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെ
അപരാധം ചെയ്താൽ, ചെയ്യരുതാത്തത് ചെയ്യുകയോ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ ചെയ്യേണ്ട കർമ്മമാണ് പ്രായശ്ചിത്തം എന്നുള്ളതായിട്ടുള്ള കർമ്മം. ആ പ്രായശ്ചിത്തം എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ് അപരാധ ക്ഷമാപണം. അപ്പം നമ്മളും ഈ ലോകത്തിൽ തന്നെ തെറ്റുകൾ ചെയ്യുമ്പോൾ പലരോടും നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയാറുണ്ട്, ഐ എം സോറി കേട്ടോ, ക്ഷമിക്കണം കേട്ടോ, ഞാൻ ചെയ്തതിൽ ഞാൻ പരിതപിക്കുന്നു, ഐ റിഗ്രറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ഷമാപണം ചെയ്യാറുണ്ട്. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മൾ ക്ഷമാപണം ചെയ്യാറുണ്ട്. ആരുടെയെങ്കിലും ദേഹത്ത് അറിയാതൊന്ന് മുട്ടിയാൽ തന്നെ, അല്ലേ, കാല് തട്ടിയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാലുകൊണ്ട് ഒരാളുടെ മേലെ തൊട്ടാൽ നമ്മൾ ഉടനെ ക്ഷമാപണം ചെയ്ത് അവരെ തൊട്ട് വന്ദിക്കാറുണ്ട്. ഇത് നമ്മുടെ സംസ്കാരം. ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് മോഡേൺ ഭാഷയിൽ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയാറ് എന്നേ ഉള്ളൂ. ഐ എം സോറി, എക്സ്ക്യൂസ് മീ എന്ന് പറയും. എന്തായാലും ഇതൊരു സംസ്കാരമാണ്. ഇപ്പോൾ ലോക ജീവിതത്തിലും ഇത് നമ്മൾ പഠിച്ചിരിക്കണം. നല്ലതാണ്. നമ്മുടെ വ്യവഹാരങ്ങളെ കൂടുതൽ സക്സസ്ഫുൾ ആക്കാൻ, മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്സ് നമുക്ക് കൂടുതൽ ഹൃദ്യമാക്കാൻ, ഊഷ്മളമാക്കാൻ ഒക്കെ ഈ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടാവണം. നമ്മൾ തെറ്റ് ചെയ്താൽ അത് റെക്കഗ്നൈസ് ചെയ്യണം. നമ്മൾ സ്വയം റെക്കഗ്നൈസ് ചെയ്യണം, റിയലൈസ് ചെയ്യണം, ഞാൻ തെറ്റ് ചെയ്തു. എന്നിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം വേണം, ഒരു വിനയം വേണം. അഹങ്കാരം കൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. ഞാൻ തെറ്റ് ചെയ്തു, എൻ്റെ തെറ്റ് പൊറുക്കണം എന്ന് നമ്മൾ ആരോടാണോ തെറ്റ് ചെയ്തത് അവരോട് അങ്ങോട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. വലിയ മഞ്ഞുമല ഉരുകി. പ്രശ്നങ്ങൾ എത്രയോ ഗുരുതരമാവാവുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് അലിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു സംസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തിയെടുക്കണം. അതിനുകൂടിയാണ് നമ്മുടെ പൂജകളിലൊക്കെ അവസാനം ഒരു ക്ഷമാപണ പ്രാർത്ഥന ഉണ്ടാവും. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ശിവമാനസ പൂജ പഠിച്ചപ്പോൾ അതിൻ്റെ അവസാനം കണ്ടു. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ആ പൂജ കഴിഞ്ഞാൽ അവസാനം എന്നൊരു പ്രാർത്ഥന. അതുപോലെ വിഷ്ണു പൂജയാണ് ചെയ്തതെങ്കിൽ പറയണു, കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അപ്പൊ അങ്ങനെ ഓരോ ദേവന്മാർക്കുള്ള പൂജ കഴിയുമ്പോൾ അതാത് ദേവന്മാരുടെ രീതിയിൽ അവരോട് ക്ഷമാപണം ചെയ്യുന്നതായിട്ടുള്ള ശ്ലോകങ്ങൾ, മന്ത്രങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ ദേവി പരമായിട്ടുള്ള പൂജകളിൽ, ദേവി ഉപാസനകളിൽ ഒക്കെ അവസാനം ചൊല്ലി സമർപ്പിക്കാവുന്ന, നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ, ചെയ്യാതിരുന്ന വല്ലതുണ്ടെങ്കിൽ, നമുക്ക് ഉണ്ടായിട്ടുള്ള ചെയ്യുന്ന പൂജാദികളിലുള്ളതായിട്ടുള്ള മന്ത്രലോപം, തന്ത്രലോപം, ക്രിയാലോപം, ദ്രവ്യലോപം, അല്ലേ, ഇങ്ങനെയുള്ളതായിട്ടുള്ള ലോപങ്ങൾ സംഭവിക്കാം. ലോപം എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി, ഏതെങ്കിലും ന്യൂനതകൾ, കുറവുകൾ ഉണ്ടായാൽ അതിനൊക്കെ ഉള്ളതായിട്ടുള്ള പ്രാർത്ഥനകൾ, അത് വൈദികമായിട്ടുള്ള പ്രാർത്ഥനകളിലും ഉണ്ട്. ഓരോ പൂജാദികൾ കഴിയുമ്പോൾ വൈദിക മന്ത്രങ്ങൾ പോലും ഉണ്ട്. മന്ത്രലോപേ, തന്ത്രലോപേ, ക്രിയാലോപേ, ദ്രവ്യലോപേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ക്ഷമിക്കാനുള്ളതായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ പൂജാദികൾ കഴിഞ്ഞാലും നമ്മൾ ഈ പ്രാർത്ഥനകൾ ചൊല്ലാം. മാത്രമല്ല, ഈ ദേവ്യപരാധ ക്ഷമാപണ സ്തോത്രം മൊത്തത്തിലുള്ള നമ്മുടെ ജീവിതമേ അവതാളത്തിലായിട്ടുണ്ട്. പലപ്പോഴും താളം തെറ്റിയിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ വഴിവിട്ട് പോയിട്ടുണ്ട്, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല, ചെയ്യരുതാത്തത് ചെയ്യുകയും ചെയ്തു. അപ്പൊ മൊത്തത്തിൽ ജീവിതത്തെ മുഴുവൻ കറക്റ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇവിടെ ഈ ദേവ്യപരാധ ക്ഷമാപണ സ്തോത്രം ആചാര്യ ഭഗവത്പാദര് രചിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി അത് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. ഇത് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതായിട്ടുള്ള വീഴ്ചകളെക്കുറിച്ച്, അപരാധങ്ങളെക്കുറിച്ച് നമ്മൾ റിയലൈസ് ചെയ്യാനുള്ള ഒരു സെൻസിറ്റിവിറ്റി നമ്മളിൽ വളർന്നു വരും, ഒരു ബോധം വളർന്നു വരും. അത് വേണം. അതാണ് സംസ്കാരം. ആ സെൻസിറ്റിവിറ്റി ഇല്ലാത്ത ആളുകളാണ് സംസ്കാരഹീനന്മാർ.
അവരാണ് ഇന്ന് ലോകത്തിൽ കൂടുതലും. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല, അല്ലേ? അങ്ങനെ യേശുദേവൻ പറഞ്ഞതുപോലെ അവർ ചെയ്യുന്നത് എന്താണെന്നേ അവരറിയുന്നില്ല. അതിൻ്റെ ഗൗരവം എത്ര വലിയ തെറ്റുകളാണ് അല്ലെങ്കിൽ എത്ര വലിയ പാപങ്ങളാണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അപ്പോൾ അതിന് ആരോടാണ് നമ്മൾ അവിടെ ക്ഷമാപണം ചെയ്യുന്നത്? ജഗദംബികയോടാണ്. ലോകത്തിൻ്റെ മുഴുവൻ മാതാവായിട്ടുള്ള സ്നേഹ വാത്സല്യ നിധിയായിരിക്കുന്ന ആ അമ്മയോടാണ് നമ്മൾ ക്ഷമാപണം ചെയ്യുന്നത്. അമ്മ പൊറുത്തു കഴിഞ്ഞാൽ പിന്നെ ലോകമേ പൊറുക്കും. അപ്പൊ നമ്മൾ പലരോടും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. ആ ഓരോ വ്യക്തികളോടും ചെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവാം, സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ല. അങ്ങനെ ചെയ്താൽ തന്നെ പല ദോഷങ്ങളും അതുകൊണ്ട് വന്നു ചേരാം, അല്ലേ? ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചിലരോടൊന്നും നമുക്ക് തെറ്റ് പറ്റിയാലും നമ്മൾ സോറി എന്ന് പറയുന്നത് ഭൂഷണമല്ല. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് അത് മനസ്സിലാവില്ല. ഇപ്പൊ നമ്മുടെ കൊച്ചു കുട്ടികളോട് അച്ഛനമ്മമാര് എപ്പോഴും സോറി പറഞ്ഞുകൊണ്ടിരുന്നാല് ഇവരെന്താ എപ്പോഴും ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണത് എന്ന് വിചാരിക്കുക. അപ്പൊ തെറ്റ് ചെയ്യും സോറി പറയലും ഒരു ശീലമാകും. അതിനൊരു ഗൗരവമില്ലാതെയാവും. അപ്പൊ ആർക്കും തെറ്റ് ചെയ്യാം, അത് കഴിഞ്ഞൊരു സോറി പറയാം എന്നൊരു ഇതുണ്ടാവും. അതുപോലെ ഗുരുക്കന്മാര് ശിഷ്യന്മാരോടൊന്നും എപ്പോഴും സോറി പറയേണ്ട കാര്യം ഇല്ല. അങ്ങനെ പറയുമ്പോൾ ആ ഗുരുവിന്റെ മഹിമ കുറച്ച് ഇടിച്ചു കാണും ചിലപ്പോൾ ചില ശിഷ്യന്മാർ. എല്ലാവരും അല്ല പറയണത്. വിവരമുള്ളവർക്ക് മനസ്സിലാവും. വിവരം കുറഞ്ഞവരാണല്ലോ സമൂഹത്തിൽ കൂടുതൽ. വിവരമുള്ളവര് വളരെ ഉണ്ട്, നിങ്ങളെ പോലെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, വിവരം കുറഞ്ഞവരാണ് കൂടുതൽ. അതുകൊണ്ട് ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു ഗുരു എന്തെങ്കിലും ഒരു ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിയാൽ ഇത്തിരി ഒരു 5 മിനിറ്റ് ലേറ്റായിട്ട് വന്ന ഒരു പരിപാടിക്ക് ഉടനെ ക്ഷമാപണം ചെയ്യേണ്ട കാര്യം ഇല്ല. എങ്കിലും അവര് ചെയ്യും. അതവരുടെ ഒരു സംസ്കാരമാണ്. അപ്പോൾ കേൾക്കുന്നവർ ഏത് രീതിക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. ചിലപ്പോൾ അവർ നല്ല രീതിയിൽ എടുക്കുകയും ചെയ്യാം. അപ്പം ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എല്ലായിടത്തും സോറി പറയേണ്ട കാര്യമില്ല. പക്ഷെ അപ്പോൾ നമുക്ക് ആരോട് സോറി പറയാം, ആരോട് നമുക്ക് ക്ഷമാപണം പറയാം? നമുക്ക് ഈശ്വരനോട് പറയാം. ആ ഈശ്വരനോടാണ് നമ്മൾ പറയേണ്ടത്. ഈശ്വരനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് എത്തേണ്ടടുത്ത് എത്തും. കേൾക്കേണ്ടവർക്കൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സംസ്കാരം നമുക്ക് വളർന്നു വരട്ടെ. ഇവിടെ ദേവ്യ അപരാധ ക്ഷമാപണ സ്തോത്രം, ദേവിയോട് ചെയ്യുന്ന അല്ലെങ്കിൽ ദേവിയോട് ചെയ്യുന്നതായിട്ടുള്ള അപരാധ ക്ഷമാപണ സ്തോത്രം. അപരാധ ക്ഷമാപണം ആണ് ഇവിടുത്തെ വിഷയം. അത് സ്തോത്ര രൂപത്തിൽ ദേവിയുടെ മുമ്പിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, സമർപ്പിക്കുന്നു. ദേവിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ദേവിയോടാക്കി സമർപ്പിക്കുന്നു. അതാണ് ദേവ്യ അപരാധ ക്ഷമാപണ സ്തോത്രം. ഒന്നാമത്തെ ശ്ലോകം നോക്കാം. ന മന്ത്രം നോ യന്ത്രം തദപി ച ന ജാനേ സ്തുതിമഹോ ന ജാഹ്വാനം ധ്യാനം തദപി ച ന ജാനേ സ്തുതി കദാ ന ജാനേ മുദ്രാസ്തേ തദപി ച ന ജാനേ വിലപനം പരം ജാനേ മാതഃ ത്വദനുസരണം ക്ലേശഹരണം. പരം ജാനേ മാതഃ ത്വദനുസരണം ക്ലേശഹരണം. ഇവിടെ ആചാര്യ ഭഗവത്പാദർ ആദ്യ ശ്ലോകത്തിൽ ദേവിയെ മറന്ന് അല്ലെങ്കിൽ ഉപാസന ചെയ്യേണ്ട രീതിയിലൊന്നും ചെയ്തില്ല. എത്രയോ ശാസ്ത്രങ്ങൾ ശാക്തേയ സമ്പ്രദായത്തിൽ ദേവി ഉപാസനയ്ക്കായിക്കൊണ്ട് ഉണ്ട്. ഇതൊന്നും ഇത്രയും കാലം മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ല. സമുദ്രം പോലെ കിടക്കുന്നുണ്ട് ശാക്തേയ തന്ത്രങ്ങൾ. 64 തന്ത്രങ്ങൾ മഹാദേവൻ തന്നെ ദേവി ഉപാസനയ്ക്കായിട്ട് വിരചിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ സൗന്ദര്യ ലഹരിയിൽ കണ്ടു. അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള അനേക തന്ത്രങ്ങൾ. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ന മന്ത്രം നോ യന്ത്രം തദപി ച ന ജാനേ സ്തുതിം അഹോ. അഹം ന ജാനേ, അഹം ന ജാനേ, എനിക്ക് അറിയുകയില്ല. ഐ ഡോണ്ട് നോ. എന്തൊക്കെ അറിയില്ല? മന്ത്രം ന ജാനേ, യന്ത്രം ന ജാനേ, സ്തുതിം ന ജാനേ. എനിക്ക് മന്ത്രം അറിയില്ല. ദേവിയെ ഉപാസിക്കുവാനുള്ളതായിട്ടുള്ള ദേവീപരമായിട്ടുള്ള മന്ത്രം, അനേക ദേവീപരമായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്.
വൈദികങ്ങളായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. സൂക്തങ്ങളൊക്കെ മന്ത്ര സമാനമായിട്ടുള്ളവയാണ്. ദുർഗാസൂക്തം, ശ്രീസൂക്തം, മേധാസൂക്തം മുതലായിട്ടുള്ള സൂക്തങ്ങളൊക്കെ, ദേവീപരമായിട്ടുള്ള സൂക്തങ്ങളൊക്കെ മന്ത്രസമാനമായിട്ടുള്ളതാണ്. അതുപോലെ ദേവിയെ ഉപാസിക്കുവാനുള്ളതായിട്ട് താന്ത്രികങ്ങളായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. ഇപ്പൊ നവാക്ഷരി മന്ത്രം വളരെ പ്രശസ്തമായിട്ടുള്ള മന്ത്രമാണ്. ചണ്ഡികാദേവിയെ ഉപാസിക്കുവാനുള്ള മന്ത്രമാണ്. അതെനിക്ക് അറിയില്ല. ഇപ്പൊ വൈദിക മന്ത്രങ്ങളൊന്നും അറിയില്ല, താന്ത്രികമായിട്ടുള്ള നവാക്ഷരി മന്ത്രം അറിയില്ല. ഇനി ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മന്ത്രമാണ് പഞ്ചദശാക്ഷരി എന്ന് പറയുന്നതായിട്ടുള്ള ശ്രീവിദ്യാമന്ത്രം. ആ മന്ത്രം എനിക്ക് ഒട്ടും അറിയില്ല. അപ്പൊ ഇവിടെ ശ്രീവിദ്യാമന്ത്രം ആണ് ഏറ്റവും വലിയ മന്ത്രം. ആ മന്ത്രം വരേക്കും ഒരു മന്ത്രവും എനിക്കറിയില്ല. അപ്പൊ ദേവിയെ ഉപാസിക്കാൻ നമ്മൾ ശ്രീവിദ്യാ മന്ത്രത്തിലേക്ക് എത്തണമെങ്കിൽ അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലാണ്. ഇപ്പൊ മറ്റു പല ഉപാസനകളും ചെയ്ത് വളരെയധികം പക്വതയാർജിച്ച, ഹൃദയശുദ്ധി നേടിയതായിട്ടുള്ള ആ ഒരു സാധകന്മാർക്ക് മാത്രമേ ഗുരുക്കന്മാർ പഞ്ചദശാക്ഷരിയാകുന്ന 15 അക്ഷരങ്ങളുള്ളതായിട്ടുള്ള ശ്രീവിദ്യാമന്ത്രം ഉപദേശിക്കുകയുള്ളൂ. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ പല എന്താ പറയുക, മധ്യ തലത്തിലുള്ളതായിട്ടുള്ള മിഡിൽ ക്ലാസ് മന്ത്രങ്ങളൊക്കെ ഒരുപാടുണ്ട്. ആദ്യമായിട്ട് ദേവി ഉപാസനയ്ക്കായിട്ട് ചെന്ന് ഒരു ഗുരുവിനെ, ദേവി ഉപാസകനായ, ശ്രീവിദ്യ ഉപാസകനായിട്ടുള്ള ഒരു ഗുരുവിനെ ചെന്ന് സമീപിച്ചാൽ അദ്ദേഹം ആദ്യം ഉപദേശിക്കുന്നത് ബാലാമന്ത്രം എന്ന് പറയുന്നതായിട്ടുള്ള മന്ത്രമാണ്. ദേവിയുടെ നവാക്ഷരി മന്ത്രമാണ് ബാലാമന്ത്രം എന്ന് പറയുന്നതായിട്ടുള്ള മന്ത്രം. ആ മന്ത്രം ഉപദേശിക്കും. അത് വളരെ കാലം ഉപാസിച്ച് പുരസ്ചരണം ചെയ്ത് അതിൽ വേണ്ടത്ര ഇരുത്തം വന്നാൽ, സിദ്ധി വന്നാൽ, അപ്പോഴാണ് ഗുരുവിന് മനസ്സിലാവുക, ഗുരു ബോധ്യം വരും, ഇയാൾ കൊള്ളാം, ഇയാൾക്ക് ശ്രീവിദ്യ ഉപാസിക്കാനുള്ളതായിട്ടുള്ള യോഗ്യത ആയിട്ടുണ്ട്, ഉപദേശിച്ചാൽ മുടങ്ങാതെ അയാൾ അനുഷ്ഠിച്ചോളും എന്നൊക്കെ വിചാരിച്ച് ഉപദേശം കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും എനിക്ക് ഇന്ന് വരെ ശ്രദ്ധയുണ്ടായിട്ടില്ല. അതുകൊണ്ട് ദേവിയുടെ ഒരു മന്ത്രങ്ങളും ഞാൻ പഠിച്ചില്ല, എനിക്ക് അറിയില്ല എന്ന്. അപ്പൊ ഇനിയിപ്പോ കേൾക്കുമ്പോ നിങ്ങൾക്കും നിരാശയാവാൻ ചിലപ്പോ, അല്ലേ? നിരാശപ്പെടണ്ട, വഴിയുണ്ട് നമുക്ക് ദേവിയെ ഉപാസിക്കാനായിക്കൊണ്ട്. ഇനിയും നിങ്ങൾക്ക് നേരം വൈകിട്ടില്ല, വേണമെങ്കിൽ ഈ മന്ത്രങ്ങളൊക്കെ പഠിച്ച് ഉപാസിക്കാം. ദേവിയോട് ഭക്തി ഉണ്ടെങ്കിൽ, ശ്രദ്ധയുണ്ടെങ്കിൽ ഒട്ടും വൈകിട്ടില്ല. എത്ര വയസ്സായാലും പ്രശ്നമില്ല, പേടിക്കേണ്ട. ഏത് പ്രായത്തിലും ആരംഭിക്കാം. ശുഭകർമ്മങ്ങൾ ആരംഭിക്കാൻ കാലം നോക്കണ്ട, ശീഘ്രം ആരംഭിക്കുക. അപ്പൊ അത് ഏതാ വേണ്ടത് വെച്ചാൽ അവനവന് അത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം, ശ്രദ്ധയുണ്ടാവണം. അതിനനുസരിച്ച് മാർഗങ്ങൾ തിരഞ്ഞെടുക്കാം. അപ്പൊ ഏത് മന്ത്രം പഠിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് ഗുരുക്കന്മാരെ സമീപിക്കാവുന്നതാണ്. അതുപോലെ യന്ത്രം എന്ന് പറഞ്ഞാൽ ശ്രീചക്രം എന്നതായിട്ടുള്ള യന്ത്രമാണ്. നമ്മൾ സൗന്ദര്യലഹരിയിലൊക്കെ വളരെ ചർച്ച ചെയ്തതാണ്. കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞു. ആ ശ്രീചക്രം എന്നുള്ളതായിട്ടുള്ള ആവരണങ്ങളുള്ളതായിട്ടുള്ള 43 ത്രികോണങ്ങളുള്ളതായിട്ടുള്ള മധ്യത്തിൽ ബിന്ദുവോട് കൂടിയതായിട്ടുള്ള, അല്ലെ, ചുറ്റും 2 പത്മങ്ങളോട് കൂടിയതായിട്ടുള്ള, ചുറ്റും 2 കോട്ടമതിൽ പോലെയുള്ളതായിട്ടുള്ള ഭൂപുരത്രയം എന്ന് പറയുന്നതായിട്ടുള്ള 3 മതിലുകളോട് കൂടിയതായിട്ടുള്ള ആ ശ്രീയന്ത്രം എന്ന് പറയുന്നതായിട്ടുള്ള യന്ത്രത്തെയാണ് ഇവിടെ പറയുന്നത്. അതും ഞാൻ പഠിച്ചില്ല. ശ്രീചക്ര ഉപാസന ഞാൻ പഠിച്ചില്ല, എനിക്കറിയില്ല. എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. തദപിചന ജാനേ സ്തുതിം അഹോ. അപ്പോ ഇത് രണ്ടും അറിയില്ല, ദേവിയെ സ്തുതിക്കുവാനും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ദേവിയെ സ്തുതിക്കാനുള്ളതായിട്ടുള്ള ഒരുപാട് സ്തുതികളുണ്ട്. അപ്പൊ ഈ മന്ത്രവും തന്ത്രവും ഒന്നും അറിഞ്ഞില്ലെങ്കിലും സ്തുതികളെ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാം. അതിനാണ് ലളിതാ സഹസ്രനാമം, ലളിതാ ത്രിശതി സ്തോത്രം, അല്ലെങ്കിൽ ഇതിനെയൊക്കെ തന്നെ നാമാവലിയായിട്ട് ദിവസവും ചൊല്ലാം. ദേവിയുടെ അഷ്ടോത്തര ശതനാമാവലി, അനേക ദേവി സഹസ്രനാമങ്ങളുണ്ട്, അനേക ദേവി അഷ്ടോത്തരങ്ങളുണ്ട്. ഇതിലൊക്കെ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതാണ് ലളിതാ സഹസ്രനാമവും ലളിതാ ത്രിശതി സ്തോത്രവും. ലളിതാ ത്രിശതി സ്തോത്രം നിത്യവും ചൊല്ലിയാൽ
ശ്രീവിദ്യാ മന്ത്രം ചൊല്ലിയതിൻ്റെ ഫലം കിട്ടും. കാരണം ശ്രീവിദ്യാ മന്ത്രങ്ങളിലെ 15 അക്ഷരങ്ങളെ കൊണ്ടാണ് ഇതിലെ മന്ത്രങ്ങൾ ആരംഭിക്കുന്നത്. ഓരോ അക്ഷരം കൊണ്ടും 20 നാമങ്ങൾ. അപ്പൊ 15 × 20 300 നാമങ്ങൾ. അതാണ് ത്രിശതീ സ്തോത്രം എന്ന് പറയുന്നത്. ആ ത്രിശതീ സ്തോത്രം അതിഗംഭീരമാണ്, അതി പവർഫുള്ളാണ്. അത് നിങ്ങൾ ചൊല്ലി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എത്ര എനർജിയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് എന്ന്. വളരെ പവർഫുള്ളാണ് ത്രിശതീ സ്തോത്രം. ആ ത്രിശതീ മന്ത്രങ്ങൾക്ക് ആചാര്യ ഭഗവത് പാദർ തന്നെ ഭാഷ്യം രചിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യർ തന്നെ ഈ ത്രിശതീ സ്തോത്രത്തിന് ഭാഷ്യം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ലളിതാ സഹസ്രനാമത്തിന് വ്യാഖ്യാനിക്കാൻ പോയിട്ടില്ല. പക്ഷേ ശ്രീവിദ്യാ മന്ത്രത്തിന്റെ ആ ആദ്യാക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ത്രിശതീ സ്തോത്രത്തിന് അല്ലെങ്കിൽ ത്രിശതീ നാമങ്ങൾക്ക് 300 നാമങ്ങൾക്കും ആചാര്യ ഭഗവത് പാദരുടെ ഭാഷ്യം അവൈലബിൾ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച് ആ ത്രിശതീ മന്ത്രം നിത്യവും പാരായണം ചെയ്യാം. അപ്പൊ സ്തുതിയിൽ നമ്മൾ ചൊല്ലുന്ന സൗന്ദര്യലഹരി ഒരു സ്തുതിയാണ്, അതിമനോഹരമായിട്ടുള്ള സ്തുതിയാണ്. ഇപ്പൊ ചെയ്യുന്ന ഈ ദേവ്യപരാധ ക്ഷമാപണ സ്തോത്രവും ഒരു സ്തുതിയാണ്. അപ്പൊ ദേവീപരമായിട്ടുള്ള സ്തുതികൾ അനേകമുണ്ട്. അതൊന്നും എനിക്കറിയില്ല എന്നാണ് ഇവിടെ ആരാ പറയണത്? ശങ്കരാചാര്യർക്ക് അറിയാത്തതുകൊണ്ടോ നോക്കാം. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ? നമുക്ക് വേണ്ടി രചിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളെ പോലെയുള്ള ആളുകൾക്ക്, സാധാരണക്കാർക്ക് ഇതൊക്കെ വേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കാനും ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചെടുത്ത് അനുഷ്ഠിക്കാവുന്നതാണ് എന്നും, ഇനി അതൊന്നും ആയില്ലെങ്കിൽ, എല്ലാം വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലേക്കൊന്നും പഠിക്കാനും അത് അനുഷ്ഠിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ, ഒരു LKG ലെവലിലെങ്കിലും, ഒരു മിഡിൽ ക്ലാസ് ലെവലിലെങ്കിലും ഓരോരുത്തരും യഥാശക്തി ചെയ്യേണ്ടത് ചെയ്യൂ. അപ്പൊ ഈ സ്തുതി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഏത് പ്രാരബ്ധക്കാർക്കും ഏത് അറിവ് കുറഞ്ഞ ആളുകൾക്കും ചെയ്യാവുന്ന കാര്യമാണ് സ്തുതി. അതില് ലളിതാ സഹസ്രനാമം ഇന്നിപ്പോ കോടിക്കണക്കിന് ജനങ്ങള് അഭ്യസിക്കുന്നുണ്ട്. എത്രയോ മഹാത്മാക്കളുടെ പ്രയത്നഫലമായിട്ട് ആ ലളിതാ സഹസ്രനാമത്തിന് ഇന്ന് ലോകം മുഴുവൻ ധാരാളം ഉപാസകര് ഉണ്ടായിരിക്കുന്നു. അപ്പൊ നമ്മളും അങ്ങനെയുള്ള ഒരു സ്തുതിയെങ്കിലും, ഒരു സ്തോത്രമെങ്കിലും നിത്യപാരായണം ചെയ്താൽ ഇതിനൊക്കെ പ്രായശ്ചിത്തമായി. നമ്മൾ മന്ത്രവും തന്ത്രവും ഒന്നും പഠിച്ചില്ലെങ്കിലും, യന്ത്രമൊന്നും പഠിച്ചില്ലെങ്കിലും ആ സ്തുതി കൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമത്തിലും ഈ പറഞ്ഞ യന്ത്രത്തെ സംബന്ധിച്ചതും അല്ലെങ്കിൽ ശ്രീവിദ്യാ മന്ത്രത്തെ സംബന്ധിച്ചതുമായിട്ടുള്ള സൂക്ഷ്മങ്ങളായിട്ടുള്ള നാമങ്ങളൊക്കെ അതിലും ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ ശ്രീവിദ്യാ മന്ത്രം ചൊല്ലിയതിന്റെ അനുഗ്രഹം ലഭിക്കും. ശ്രീചക്ര ഉപാസന ചെയ്തതിന്റെ, അതുപോലെ കൗളാചാര പ്രകാരമുള്ള കുണ്ടലിനി ഉപാസന ചെയ്തതിന്റെ ഒക്കെ ഫലം ലഭിക്കും. അപ്പോൾ ഒരു ലളിതാ സഹസ്രനാമം എങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധാപൂർവം തെറ്റില്ലാതെ പാരായണം ചെയ്ത് ശീലിക്കുക. തെറ്റില്ലാതെ ശീലിക്കണം. ഒരുപാട് പേര് ചൊല്ലുണ്ട്, ആത്മാർത്ഥത ഇല്ല എന്ന് പറയില്ല, എങ്കിലും വേണ്ടത്ര ആ ഒരു ശ്രദ്ധ ചെലുത്താതെ, അതിൻ്റെ എന്തുകൊണ്ട് വെച്ചാൽ ആ സംസ്കൃതമായതുകൊണ്ട് അതിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടുമാണ് അങ്ങനെ തെറ്റിച്ച് ചൊല്ലുന്നത്. ചൊല്ലേണ്ട രീതി, അതിൻ്റെ നാമം മനസ്സിലാക്കിയിട്ട് വേണം ചൊല്ലാൻ. ഏത് നാമമാണ് ഞാൻ ചൊല്ലുന്നത്, ആ നാമത്തെ ഞാൻ എവിടെ മുറിക്കാവൂ എന്നറിയണം. നമ്മൾ ചുക്കൂമു ലഘൂത്തി പലി ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലായോ? ചുക്കൂമു ലഘൂത്തി ഫലി എന്താ മനസ്സിലായത്? പറഞ്ഞത് ഒരു 3 കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് വരാനാ പറഞ്ഞത്. ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കടയിൽ നിന്ന് 3 സാധനങ്ങൾ വേണം, ചുക്കുമു ലഘൂത്തി പലി വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറയേണ്ടത്? കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവണ്ടേ? ചുക്ക്, മുളക്, തിപ്പലി എന്നാണ് പറഞ്ഞത്. ചുക്കും കുരുമുളകും തിപ്പലിയും മേടിച്ചിട്ട് വരാനാ പറഞ്ഞത്, ഏതോ മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞത് എഴുതിയതും ചുക്കുമു ലഘൂത്തി പലി എന്നായിപ്പോയി. എന്ത് മനസ്സിലാക്കും? ഒന്നും മനസ്സിലാവൂല്ല. ചിലപ്പോൾ വേറെന്തെങ്കിലും വാങ്ങിച്ചിട്ട് വന്നിട്ട് പറയും ഞാൻ അതാ കരുതിയത് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ നാമങ്ങളും മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ഉച്ചരിക്കുമ്പോൾ പരമാവധി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അർത്ഥം മുഴുവൻ മനസ്സിലായില്ലെങ്കിൽ കൂടി ചൊല്ലുന്ന വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. ആ വാക്കുകളെ കൃത്യമായിട്ട് ഉച്ചരിക്കുക.
ഉദാഹരണത്തിന് ലളിതാ സഹസ്രനാമത്തില് 72 നാമങ്ങള് 16 അക്ഷരങ്ങളുള്ള ദീർഘനാമങ്ങളാണ്. ഒറ്റ വരി 16 അക്ഷരങ്ങളാണ് അതിലിടയിലൊന്നും പിരിക്കാനേ പാടില്ല. അങ്ങനെയുള്ള 72 നാമങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിലുള്ളത്. അത് തിരിച്ചറിയണം നമ്മൾ. ഏതൊക്കെ നാമങ്ങളാണ് ഈ 72 നാമങ്ങൾ, പിരിക്കാൻ പാടില്ലാത്ത നാമങ്ങൾ. ദേവിയുടെ ആ കേശാദിപാദ വർണ്ണന ചെയ്യുന്നിടത്ത് 28ഓളം നാമങ്ങൾ വരുന്നുണ്ട്. ചമ്പകാശോക പുന്നാഗ സൗഗന്ധികല സത്കച കുരുവിന്ദമണി ശ്രേണി കനത്കോട്ടീരമണ്ഡിത അഷ്ടമീ ചന്ദ്ര വിഭ്രാജതളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാപമൃഗനാഭി വിശേഷക വദനസ്മര മംഗല്യ ഗൃഹതോരണ ചില്ലിക വക്രലക്ഷ്മീ പരിവാഹ ചലൻ മീനാവലോചന നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ വാസുര കദംബ മഞ്ജരി ക്ലുപ്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവിക പോലഭൂഹു. ഇങ്ങനെ പോകുന്ന ആ നാമങ്ങള് ഞാൻ പിരിച്ചു എവിടെയെങ്കിലും, പക്ഷെ ഭൂരിപക്ഷം ആളുകളും ചൊല്ലുന്നത് കേൾക്കാം. പല ക്ഷേത്രങ്ങളിലും അമ്മമാര് കൂട്ടം കൂടിയിരുന്ന് മൈക്കില് നിലവിളിക്കണ കേൾക്കാം. ചമ്പകാശോക പുന്നാഗ സൗഗന്ധികല സത്കച കുരുവിന്ദമണി ശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത. ഇങ്ങനെ അർത്ഥമില്ലാത്ത കുറെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ദേവിയുടെ നാമങ്ങളെ വികലമാക്കുന്നത്. ഒരു നാമത്തെ 2ഓ 3ഓ ഒക്കെ ആയി പിരിക്കുകയും അതിനെ വികലമായിട്ട് ഉച്ചരിക്കുകയൊക്കെ ചെയ്യുന്ന എത്രയോ ആളുകളെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ്, തിരുത്തണേ എന്ന്. ഒന്ന് ശ്രമിക്കണേ, തിരുത്താൻ ശ്രമിക്കണേ എന്ന്. അതിനാണ് ഈ മാതിരി മന്ത്രങ്ങളൊക്കെ ആചാര്യന്മാരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കണം, അവരിൽ നിന്ന് പഠിക്കണം എന്ന്. ഇന്ന് ഉപദേശം എന്നുള്ളതൊക്കെ ഒരു ചടങ്ങ് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഏതെങ്കിലും ആചാര്യന്റെ അടുത്ത് പോയിട്ട് ഒരു ദക്ഷിണയും കൊടുത്തൊന്ന് നമസ്കരിച്ച അയാൾ 2 നാമം ഒന്ന് ചൊല്ലിത്തന്ന ഉപദേശമായി എന്ന് വെച്ചിട്ടുണ്ട്. എല്ലാ വഴികളിലും ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പൊ ഭാഗവത സപ്താഹം നടത്തുന്നതായിട്ടുള്ള ആചാര്യന്മാര് അവര് പൂർവീകരായിട്ടുള്ള ഏതെങ്കിലും ഒരു ആചാര്യന്റെ അടുത്ത് പോയിട്ട് ഒരു ഭാഗവത പുസ്തകം വെച്ച് നമസ്കരിച്ച് ഒരു ദക്ഷിണയും കൊടുത്തിട്ട് എനിക്ക് ഉപദേശം തരൂ എന്ന് പറയും. അയാൾ ആ പുസ്തകം എടുത്ത് ഇങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് തലയിൽ കയ്യും വെച്ച് അനുഗ്രഹിക്കും. ഒരു മന്ത്രം, ഒരു ശ്ലോകം ചൊല്ലി കൊടുക്കും. ജന്മാദ്യസ്യ. മതിയോ? ഉപദേശമായോ? ഉപദേശം എന്ന് പറഞ്ഞാല് അടുത്തിരുന്ന് ദേശിക്കുക എന്നാണ്. സമീപേ, അടുത്തിരുന്നു കൊണ്ട് ദേശിക്കുന്നതാണ്. ദേശിക്കുക എന്ന് പറഞ്ഞാൽ നൽകുന്നതാണ് ഉപദേശം. അപ്പൊ മുഴുവനും അടുത്തിരുന്നു കൊണ്ട് കേൾക്കണം. അദ്ദേഹത്തിന്റെ പാദത്തിൽ ഇരുന്നു കൊണ്ട് മുഴുവൻ ശ്രവണം ചെയ്യുമ്പോഴേ അത് ഉപദേശമാവുള്ളൂ. ഇത് ചടങ്ങിന് ഉപദേശം, അതാണെന്ന് കാണുന്നത്. അപ്പോൾ ഈ നാമങ്ങളൊക്കെ നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്തിരുന്നു കൊണ്ട് ശ്രദ്ധാപൂർവം പഠിക്കണം. ഇപ്പൊ നമുക്ക് അടുത്തുപോലും പോകേണ്ടത് ആ സൗകര്യമായി, വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാം, അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ലളിതാ സഹസ്രനാമത്തിന്റെ വ്യാഖ്യാനം വാട്സപ്പ് ഗ്രൂപ്പിൽ ആരംഭിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് തൊട്ട് ദിവസവും ഓരോ 15 മിനിറ്റ് വീതമുള്ള പോസ്റ്റിംഗ് ഉണ്ട്. വേണ്ടവരൊക്കെ ഏതെങ്കിലും വഴിക്ക് അത് ബന്ധപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവർക്കൊക്കെ അത് കിട്ടും. അർത്ഥസഹിതം എങ്ങനെ ചൊല്ലണം എന്നും കൂടെ ഓരോ നാമങ്ങളിൽ വ്യക്തമാക്കിക്കൊണ്ട് കർക്കിടക മാസം പ്രമാണിച്ച് 1-ാം തീയതിയോടുകൂടി ഇന്ന് തന്നെ നമുക്കത് ആരംഭിക്കാം. ലളിതാ സഹസ്രനാമ പഠനം വേണ്ടവരൊക്കെ ബന്ധപ്പെട്ടോളൂ. വേണമെങ്കിൽ ഫോൺ നമ്പർ പറഞ്ഞു തരാം, നോട്ട് ചെയ്തോളൂ. 93-490-12478 93-490-12478. ഇനി മനസ്സിലായിട്ടില്ലാത്തവർക്ക് പിന്നെ ബന്ധപ്പെടാം. ഫേസ്ബുക്കിൽ തന്നെ സംശയം ചോദിച്ചാൽ മതി, അതിൽ എഴുതി തരാം. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം, ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ ഗ്രൂപ്പിലേക്ക് എല്ലാവരെയും ചേർത്ത് അതിലേക്ക് നമ്മൾ ഡെയിലി പോസ്റ്റിംഗ് ചെയ്യാം. അനേക ഗ്രൂപ്പുകൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്.
റെഡിയായിട്ടിരിക്കേണ്ട ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കും വേണ്ടവർക്കൊക്കെ അതിൽ ബന്ധപ്പെടാം. അപ്പോൾ സ്തുതി ന മന്ത്രം നോ യന്ത്രം തദപി ച ന ജാനേ സ്തുതിമഹോ ന ചാഹ്വാനം ധ്യാനം തദപി ച ന ജാനേ സ്തുതി കഥാഃ. ന ച ആഹ്വാനം. ആഹ്വാനം എന്ന് പറഞ്ഞാല് പൂജാവിധിയിലെ ആദ്യത്തെ ഒരു ചടങ്ങാണ് ആവാഹനം. നമ്മുടെ ഇഷ്ടദേവതയെ പൂജിക്കാനായിക്കൊണ്ട് നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് ഏതിലാണോ നമ്മൾ പൂജിക്കാനിരിക്കുന്നത്, ചിലപ്പോ ഒരു വിഗ്രഹത്തിലായിരിക്കാം, ചിലപ്പോ ദീപത്തിലായിരിക്കാം, ചിലപ്പോ കലശത്തിലായിരിക്കാം, ചിലപ്പോ ഒരു പീഠത്തിലായിരിക്കാം, ചിലപ്പോ വാൽക്കണ്ണാടിയിലായിരിക്കാം. അവിടേക്ക് വന്നാലും വന്ന് ഇവിടെ ആസനസ്ഥരായാലും ആഗതയായാലും ആഗമിച്ചാലും എന്നുള്ള ആഹ്വാനം തന്നെയാണ് ആവാഹനം. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയെ VVIPയെ ക്ഷണിക്കണമെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ താമസ സ്ഥലത്ത് ചെന്ന് വേണം നമ്മൾ ക്ഷണിക്കാനായിക്കൊണ്ട്, അല്ലേ? അതാണ് മര്യാദ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ദേവിയെ എവിടെയാണ് ഇരിക്കുന്നത് ആ ദേവിയുടെ അടുത്തേക്ക് ചെന്ന് ആ ദേവിയുടെ ശ്രീപുരം എന്ന് പറയുന്ന പുരത്തിൽ ചെന്ന് ദേവിയുടെ സഭയിൽ ചെന്ന് ആ സഭയിൽ ചെന്ന് വണങ്ങി നമ്മൾ അവിടുന്ന് ദേവിയെ ക്ഷണിച്ച് കയ്യോടെ കൂട്ടിയിട്ട് വരുന്നത് പോലെ സൽക്കരിക്കുന്നത് പോലെയുള്ളതായിട്ടുള്ള ഭാവമാണ് ആവാഹനം എന്നുള്ളതായിട്ടുള്ള ഭാവം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ആവാഹന മന്ത്രങ്ങളോ ആവാഹന വിധികളോ മുദ്രകളോ ഒന്നും തന്നെ എനിക്കറിയില്ല. ഞാൻ ഇന്ന് വരെ പൂജാ പഠനം ഒന്നും ചെയ്തിട്ടില്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഏത് രൂപമാണ് ധ്യാനിക്കേണ്ടത് അതിനെക്കുറിച്ചിട്ടുള്ള ധ്യാന ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. പൂർവികർ ഇഷ്ടംപോലെ നമുക്ക് തന്നിട്ടുണ്ട്. പുരാണങ്ങളിലും തന്ത്രങ്ങളിലും എല്ലാം ഇഷ്ടംപോലെ ദേവി ധ്യാന ശ്ലോകങ്ങൾ തന്നിട്ടുണ്ട്. അതൊന്നും പഠിച്ചില്ല. അങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നും അറിയില്ല. അപ്പൊ ദേവിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഏത് രൂപത്തിൽ കൊണ്ടുവരണം, ഏത് രൂപത്തിൽ ധ്യാനിക്കണം എന്നും എനിക്കറിയില്ല. തദപിചന ജാനേ സ്തുതി കഥാഃ. അതുപോലെ തന്നെ എനിക്കറിയില്ല സ്തുതി കഥനങ്ങളും. ദേവിയുടെ കഥകളെ കുറിച്ച് വർണ്ണിക്കാനോ സ്തുതികളെ കുറിച്ച് വർണ്ണിക്കാനോ കീർത്തനങ്ങളോ പാടാനോ ഒന്നും തന്നെ അറിയില്ല. ന ജാനേ മുദ്രാസ്തേ തദപിച ന ജാനേ വിലപനം തേ മുദ്രാഹ ന ജാനേ. ദേവി പൂജയിൽ താന്ത്രികമായിട്ടുള്ള പൂജകളിൽ മുദ്രകൾക്കാണ് പ്രധാനം. അപ്പൊ പലതരത്തിലുള്ളതായിട്ടുള്ള മുദ്രകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ദേവിയെ സന്തോഷിപ്പിക്കുക, അതാണ് മുദ്ര കൊണ്ടുള്ള താല്പര്യം. മുദം രാതീതി മുദ്ര, മോദത്തെ നൽകുന്നത് മുദ്ര. അപ്പൊ ദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ പ്രതീകാത്മകമായിട്ട് നമ്മൾ ചില മുദ്രകൾ സമർപ്പിക്കുന്നു. ആ മുദ്രകൾ കൊണ്ട് ദേവി സന്തോഷിക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സിനെ തന്നെയാണ് മുദ്രകളിലൂടെ നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മള് പല മുദ്രകളും നമ്മൾ ലൗകിക രീതിയാ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പൊ ഇതിൽ തന്നെ ഇഷ്ടംപോലെ സിമിലികളില്ലേ? നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ ധാരാളം പ്രയോഗിക്കുന്നുണ്ട് സിമിലികൾ, അല്ലെ? തംസപ്പ് ആയിട്ടും ക്ലാപ്പിംഗ് ആയിട്ടും തൊഴലായിട്ടും സ്നേഹത്തിന്റെ ചിഹ്നമായിട്ടുള്ള ഹാർട്ടിന്റെ ചിഹ്നങ്ങളായിട്ടും അഭിനന്ദനങ്ങളുടെ ചിഹ്നങ്ങളായിട്ടും സന്തോഷത്തിന്റെ ചിഹ്നമായിട്ടും സങ്കടമായിട്ടുള്ള ചിഹ്നമായിട്ടും ഇഷ്ടം പോലെ നമ്മൾ അവസരത്തിനനുസരിച്ച് തിരഞ്ഞെടുത്ത് ചില സിമിലികൾ അയച്ചാൽ വളരെ വളരെ നന്നായിട്ട് നമുക്ക് ഉള്ളിലുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ സാധിക്കും. നമ്മുടെ ഭാവം നമുക്ക് സന്തോഷമുണ്ട് എന്ന് കാണിക്കാൻ എന്താ പറയുക, ആ സിമിലി മുഖത്തെ ആ ചുണ്ട് വായ മുകളിലേക്ക് ആക്കിയിട്ടുള്ള ചില ഭാവങ്ങളുള്ള ഹ ഹ ഹ എന്നൊക്കെ ഒരു ശബ്ദമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സന്തോഷത്തിന്റെ മുദ്രയായി, അല്ലേ? അത് തന്നെ വായിനെ താഴേക്ക് കൂടിയാൽ സങ്കടമായി, ഡിപ്രഷനായി. അപ്പൊ ഇതൊക്കെ മുദ്രകളാണ്. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള മനസ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതുപോലെ തന്നെ താന്ത്രികമായിട്ടുള്ള പൂജാവിധികളിലും നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള വികാരങ്ങളെ, നമ്മുടെ ഭാവങ്ങളെ നമ്മൾ എന്തൊക്കെയാണ് ദേവിക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഉള്ളതായിട്ടുള്ള മുദ്രകളുണ്ട്. അതൊക്കെ പഠിച്ച് ആ രീതിയിലുള്ളതായിട്ടുള്ള പ്രകടനങ്ങൾ സമർപ്പണങ്ങൾ ചെയ്യുമ്പോൾ ദേവി സന്തോഷിക്കുന്നു. ഓ, നിനക്ക് എനിക്ക് ഇന്നതൊക്കെ തരാൻ താല്പര്യമുണ്ടല്ലേ, ഇന്ന നിവേദ്യം തരാനും ഇന്ന
പാനീയം തരാനും, അതുപോലെ എനിക്ക് അർഘ്യപാദ്യ ആചമനാദികൾ ചെയ്യാനും, എനിക്ക് എന്താ പറയുക, ആലവട്ടം കൊണ്ട് വീശാനും അല്ലെങ്കിൽ വെഞ്ചാമരം വീശാനും, എനിക്ക് എൻ്റെ മുമ്പിൽ നിനക്ക് ഇന്നതൊക്കെ നൃത്തവാദ്യാദികളൊക്കെ അവതരിപ്പിക്കാനും ഒക്കെ താല്പര്യമുണ്ട് എന്ന് ഞാൻ ഈ മുദ്രയിൽ നിന്ന് മനസ്സിലാക്കി. അങ്ങനെ ദേവി നമ്മുടെ നേരെ പ്രസാദിക്കും. അപ്പൊ അതിനുള്ള ചില താന്ത്രികമായിട്ടുള്ള സിമിലികളെയാണ് ഇവിടെ മുദ്രകൾ എന്ന് പറയുന്നത്. അത് പഠിച്ച് ഞാൻ അഭ്യസിച്ചിട്ടില്ല. നജാനേ മുദ്രാസ്തേ തദഭിജ നജാനേ വിലപനം. അതുപോലെ തന്നെ ദേവിയുടെ മുമ്പിൽ നിന്ന് വിലപിക്കാൻ എനിക്കറിയില്ല. എൻ്റെ അഭിമാനവും എൻ്റെ അഹങ്കാരവും എൻ്റെ കഠിന ഹൃദയവും ഒന്നും അതിന് സമ്മതിക്കുന്നില്ല. വിലപിക്കാനും അറിയില്ല എനിക്ക്. അമ്മയുടെ മുമ്പിൽ വന്ന് അമ്മേ 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 എന്ന് പറഞ്ഞ് കരയാനും അറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. പരം ജാനേ മാതഃ. ഒരു ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യം ഞാൻ അറിയുന്നു. എന്താണത്? ത്വദനുസരണം ക്ലേശഹരണം. അങ്ങയെ അനുസരിക്കുന്നത്, അമ്മയുടെ നിയമങ്ങളൊക്കെ പാലിക്കുന്നത് ക്ലേശഹരണം ഇതി ജാനി എന്നറിയുന്നു. എൻ്റെ ക്ലേശങ്ങളെ നശിപ്പിക്കുന്നതാണ്, എൻ്റെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതാണ് അമ്മയെ അനുസരിക്കൽ. അവിടെ അമ്മയെ അനുസരിക്കൽ എന്ന് പറഞ്ഞാല് അമ്മയുടെ വിധികളെ, അമ്മയുടെ ശാസ്ത്രങ്ങളെ, ധർമ്മശാസ്ത്രങ്ങളെ, വേദങ്ങളെ ഒക്കെ അനുസരിക്കല് അമ്മയെ അനുസരിക്കൽ തന്നെയാണ്. അപ്പൊ അത് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അനുസരണം തന്നെയാണ്. അപ്പൊ ഞാൻ എൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ മുഴുകിപ്പോയത് കൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല മന്ത്രവും തന്ത്രവും യന്ത്രവും പഠിക്കാനും സ്തുതികളൊന്നും പഠിക്കാനും. പക്ഷെ ഞാൻ എൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോരുത്തരും അവരവരുടെ കർമ്മം ചെയ്യണം, അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യണം, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്കറിയാം അമ്മയുടെ കർമ്മം ചെയ്യുക, അമ്മ വിധിച്ചതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് അറിയാം. അപ്പോ നമ്മൾ ആരും എന്ത് വേണ്ട, ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമില്ല. അയ്യോ ഞാൻ തന്ത്രം പഠിച്ചില്ല, മന്ത്രം പഠിച്ചില്ല, സ്തുതി പഠിച്ചില്ല എന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. ഒരു ആശ്വാസമായിട്ടൊരു വചനമാണ് ഇവിടെ അവസാനം പറഞ്ഞത്. അവനവന്റെ കർമ്മങ്ങൾ മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടോ ദേവി പ്രീതയാവും, സന്തോഷിക്കും. ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ മന്ത്രതന്ത്രാദികളൊക്കെ പഠിച്ച് അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തമം. അതില്ലെങ്കിൽ അവനവന്റെ കർമ്മങ്ങൾ സ്വധർമാനുഷ്ഠാനം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ദേവിക്ക് പ്രീതിക്ക് കാരണമായി തീർന്നു. അപ്പൊ കർമ്മയോഗത്തിന്റെ ഒരു മാഹാത്മ്യത്തെ ഇതില് മറച്ചു വെച്ചിട്ടുണ്ട്. അവനവന്റെ പ്രവൃത്തികളെ, അവനവന്റെ കർമ്മങ്ങളെ ദേവിക്ക് പ്രസാദമായിട്ട് സമർപ്പിച്ചാൽ, ദേവിക്കുള്ള നിവേദ്യമായിട്ട് സമർപ്പിച്ചാൽ ദേവി പ്രസാദിക്കും. അപ്പൊ ആദ്യത്തെ പടി അതാണ് കർമ്മയോഗം, പ്രവൃത്തി ധർമ്മം, അവനവന്റെ ഡ്യൂട്ടീസ് നന്നായിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ദേവി പ്രസാദിക്കും. അതിനുശേഷം നമുക്ക് സമയമുള്ളതിനനുസരിച്ച്, നമ്മുടെ പ്രാരബ്ധങ്ങൾക്കനുസരിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ ദേവിയോട് അടുക്കാനുള്ളതായിട്ടുള്ള ഈ വിധികളെല്ലാം പഠിച്ച് അനുഷ്ഠിക്കാം. ന മന്ത്രം നോ യന്ത്രം തദപി ച ന ജാനേ സ്തുതിമഹോ ന ചാഹ്വാനം ധ്യാനം തദപി ച ന ജാനേ സ്തുതി കഥാ ന ജാനേ മുദ്രാസ്തേ തദപി ച ന ജാനേ വിലപനം പരം ജാനേ മാതഃ ത്വദനുസരണം ക്ലേശഹരണം. നാളെ തുടരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ രാമായണ മാസ ആശംസകൾ, കർക്കിടക മാസ ആശംസകൾ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാ ഗൃഹങ്ങളിലും മഹാലക്ഷ്മി വിളയാട്ടം ഉണ്ടാവട്ടെ. ഹരി ഓം. ശുഭദിനം. 10:30 മണിക്ക് രാമായണം ആരംഭിക്കുന്നു. 10:47 കർക്കടക രവി സംക്രമം. ആ സമയത്ത് നമ്മളിതാ അവിടെ രാമായണ ചിന്തകളിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വേഗം പോയി പണികളൊക്കെ കഴിച്ച് വേഗം വരിക. ബാക്കി പണി വല്ലതും ഉണ്ടെങ്കിൽ 12 മണിക്ക് ശേഷം ഫിനിഷ് ചെയ്യാം. ഹരി ഓം.